ഖുർആൻ മുഹമ്മദ് നബിയുടെ മാൻമെയ്ഡ് ഓതർഷിപ്പ് ആണെന്ന് പറയുന്നതിൽ കുറച്ച് ലോജിക്കൽ എററുകളുണ്ട്. ലോകത്തെ ഏതൊരു എഴുത്തുകാരനും തൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്ന് എഴുതാൻ കഴിയുള്ളൂ. പക്ഷേ ഖുർആൻ ആ പരിധിയെ റിപ്പീറ്റഡ്ലി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. 1-2 പ്രാവശ്യമൊന്നുമല്ല. ഒരു മനുഷ്യൻ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ ആ മനുഷ്യൻ്റെ കാലഘട്ടത്തിലെ വേൾഡ് വ്യൂ, അറിവിൻ്റെ പരിധി, സാമൂഹിക മുൻധാരണകൾ, ഇതൊക്കെയല്ല അതിലുണ്ടായിരിക്കേണ്ടത്. നബി തങ്ങൾ ഉമ്മിയാണെന്നുള്ളത്, എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത ആളാണെന്നുള്ളത് ഹിസ്റ്റോറിക്കലി ഡോക്യുമെന്റഡ് ആണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഹ്യൂമൻ സൈക്കോളജി, മോറൽ ഫിലോസഫി, സോഷ്യൽ ബിഹേവിയർ, നാച്ചുറൽ ലോസ്, കോസ്മോളജി, ബയോളജി, എംബ്രിയോളജി ഇതെല്ലാം ഒരേ നരേറ്റീവിൽ റിവീലേഷനായിട്ട് കൺവേ ചെയ്യാൻ കഴിയും. മക്കാ ഖുറൈശികൾ റസൂലുള്ളാഹിക്ക് സമ്പത്തും അധികാരവും പ്രശസ്തിയും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മതപ്രബോധനത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള ഒരൊറ്റ കണ്ടീഷനായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന പരമാവധി കാര്യങ്ങളാണ് അവിടെ ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞൊരു മറുപടി ഉണ്ട്: എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും നിങ്ങൾ വെച്ച് തന്നു കഴിഞ്ഞാലും ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറൂല എന്നുള്ളത്. സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് ഒരാൾ കളവ് പറഞ്ഞേക്കാം. സമ്പത്തും അധികാരവും വേണ്ടാന്ന് വെച്ചിട്ട് പീഡനങ്ങൾ സഹിക്കാൻ വേണ്ടിയിട്ട് ആരും ലോജിക്കലി കളവ് പറയില്ല. മനുഷ്യന്റെ അറിവ് ടൈം ബൗണ്ട് ആണ്, സമയബന്ധിതമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്, റീറൈറ്റ് ചെയ്യപ്പെടുന്നത്, കറക്ഷൻ ചെയ്യപ്പെടുന്നത്. പക്ഷേ ഖുർആൻ 14 centuries ആയിട്ട് സെയിം ടെക്സ്റ്റ്, സെയിം ചാലഞ്ച്, സെയിം റെലവൻസ്. മാൻമെയ്ഡ് ആയിരുന്നെങ്കിൽ അതിലുള്ള കോൺസെപ്റ്റുകളൊക്കെയും എക്സ്പയർ ആകുമായിരുന്നു. ഒരു മനുഷ്യൻ തന്റെ പുസ്തകത്തെ ചോദ്യം ചെയ്യാൻ ആളുകളെ ക്ഷണിക്കുന്നത് സ്റ്റേറ്റിസ്റ്റിക്കലി ആൻഡ് സൈക്കോളജിക്കലി ഇമ്പോസിബിൾ ആണ്. കാരണം തന്റെ കൃതിയിലെ പിഴവുകൾ ആരെങ്കിലും കണ്ടെത്തുമോ എന്നൊരു ഭയം ഏതൊരു എഴുത്തുകാരനുണ്ടായിരിക്കും. പക്ഷേ ഖുർആൻ പിഴവുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആളുകളെ ചലഞ്ച് ചെയ്യാണ്. ആയിഷ ബീവിയെ കുറിച്ചിട്ട് വ്യഭിചാരോപണം നടന്ന സമയത്ത് അത് തിരുത്താൻ വഹീന് വേണ്ടിയിട്ട് മാസങ്ങളോളം നബി തങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. അവസാനം സൂറത്തു നൂറിലാണ് ആയിഷ ബീവി നിരപരാധിയാണെന്ന് അല്ലാഹു തആല വെളിപ്പെടുത്തുന്നത്. സ്വന്തം ആയത്തുകൾ എഴുതിയുണ്ടാക്കുന്നതായിരുന്നെങ്കിൽ ആ സമയത്ത് ഒരായത്ത് എഴുതിയുണ്ടാക്കിയിട്ട് ഈ വിഷയം അവസാനിപ്പിക്കായിരുന്നു. സ്വന്തം ഭാര്യയെക്കുറിച്ചിട്ടുള്ള അപവാദം കേട്ടിരുന്ന് സങ്കടപ്പെടേണ്ടി വരുമായിരുന്നില്ല. 23 വർഷം, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, വാർ, പീസ്, ലോസ്, വിക്ടറി, ഇമോഷണലി എക്സ്ട്രീം സിറ്റുവേഷൻസ്. ഇവിടെയൊക്കെ മനുഷ്യന്റെ എഴുത്തുകൾ നോർമലി ബ്രേക്ക് ചെയ്യപ്പെടും, ഷെയ്ക്ക് ചെയ്യപ്പെടും, കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവും. പക്ഷേ ഖുർആനിൽ നരേറ്റീവ് കൺട്രോൾ, മെസ്സേജിന്റെ കോൺസിസ്റ്റൻസി ഇതൊന്നും എവിടെയും നഷ്ടപ്പെടുന്നില്ല. ദിസ് ഈസ് statistically impossible for human authorship.